ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. വീണ്ടും ദുൽഖർ സൽമാൻ ഇന്ത്യൻ സിനിമയിൽ തരംഗമാവുകയാണ്. ലക്കി ഭാസ്കർ എന്ന ദുൽഖറിൻ്റെ ചിത്രം ഇന്ന് OTTയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന രണ്ടാമത്തെ ചിത്രമായി മാറുകയാണ്. അതെ, ലക്കി ഭാസ്കർ ഈസ് നൗ ദ സെക്കൻഡ് മോസ്റ്റ് വാച്ച്ഡ് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻ ദ ഹിസ്റ്ററി ഓഫ് നെറ്റ്ഫ്ലിക്സ് വിത്ത് 50 മില്യൺ അവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50 മില്യൺ അവേഴ്സ് കണ്ട്. അതുമാത്രമല്ല, ടോട്ടലി 6ാമത്തെ പൊസിഷനാണ് ഈ പറഞ്ഞ പോലെ OTTയിൽ നെറ്റ്ഫ്ലിക്സിൽ വന്ന ഏത് ലാംഗ്വേജിലുള്ള സിനിമയും വെച്ച് നോക്കുമ്പോൾ ലക്കി ഭാസ്കർ ഇസ് നൗ ദ സെക്കൻഡ് മോസ്റ്റ് വാച്ച്ഡ് സൗത്ത് ഇന്ത്യൻ ഫിലിം ആൻഡ് 6th ഓവറോൾ ഓൺ നെറ്റ്ഫ്ലിക്സ് വിത്ത് 50 മില്യൺ അവേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചരിത്രവും കൂടിയാണ് വന്നിരിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ഇതുവരെ ഒരു മോളിവുഡ് ആക്ടറിന് ഒരിക്കലും നേടാൻ കഴിയാത്ത സ്പ്ലിറ്റ് OTT ഡീല് നേടിയിരിക്കുന്നു. അതായത് ഹിന്ദിക്കും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിനും സെപ്പറേറ്റ് OTT റൈറ്റ്സ് വിറ്റുപോയ ഏക സിനിമ എന്ന് തന്നെ പറയാം. മലയാളികൾ അല്ലെങ്കിൽ മലയാളി നടന്മാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു കാര്യവും ഇനി നാളെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്തൊന്നും ഇല്ല എന്ന് തന്നെയാണ്. അമ്മാതിരി റേഞ്ചിലാണ് ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ പോയിരിക്കുന്നത്. നല്ല സിനിമ, ഏത് ഭാഷാ അതിർവരമ്പുകളെയും ചവിട്ടി മാറ്റിക്കൊണ്ട് നമ്മളെ എല്ലാവരും ഇന്ത്യക്കാർ എന്നുള്ള ഫീല് തരുന്ന, എവിടെയും സാധാരണക്കാരൻ്റെ മിഡിൽ ക്ലാസിൻ്റെ അനുഭവങ്ങൾ സെയിം ആണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആ ഒരു സിനിമ, എത്ര വട്ടം കണ്ടാലും മടുക്കാത്ത ആ ഒരു ചിത്രം ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ ഇത്രത്തോളം ആളുകൾ കണ്ടെങ്കിൽ അത് അത്ഭുതമൊന്നുമല്ല. ഈ 50 മില്യൺ അവേഴ്സ് ഒരു പക്ഷേ അടുത്ത മാസം നമ്മൾ നോക്കുമ്പോൾ 70 80 മില്യൺ അവേഴ്സിലേക്ക് കയറും. അതും RRR എന്ന ചിത്രത്തിൻ്റെ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡും തകർത്തെറിഞ്ഞുകൊണ്ട് പോകട്ടെ, അങ്ങനെ കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.